ഒന്നാമത്തെ കാര്യം, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ബാക്ക് എൻഡിൽ സംഭവിക്കുന്ന റിയാലിറ്റി എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, എന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ആർട്ടിസ്റ്റുമായിട്ട് നമ്മുടെ ചിത്രം കമ്പയർ ചെയ്യും. ഇങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പോസിബിളേ അല്ല എന്ന് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞു വെക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈച്ച് ആൻഡ് എവ്രി ആർട്ടിസ്റ്റുകൾക്ക് അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള സ്കില്ലുണ്ട്. ആ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുന്നത്. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മുടെ തന്നെ ടാലൻറ്റിനെ പറ്റി സംശയം തോന്നുന്നു. അതിനെന്താ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാമോ? സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണുന്ന സമയത്ത് ഫൈനലി നിങ്ങൾക്കൊരു മൂഡ് ഓഫ് തോന്നുകയും നിങ്ങളുടെ തന്നെ ടാലൻറ്റിൽ സംശയം തോന്നുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്നത് നമ്മളെ ഒന്ന് റിലാക്സ്ഡ് ആക്കാനും നമ്മുടെ ബോറടിച്ചിരിക്കുന്ന ടൈമിൽ കുറച്ചൊരു ഹാപ്പിനെസ് കിട്ടാനും വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും പല റീലും നമ്മൾ കണ്ടു കഴിയുന്ന സമയത്ത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മൂഡ് ഓഫ് അവറാണ് ചെയ്യുന്നത്. അത് എന്താണ് റീസൺ, അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ബാക്ക് എൻഡിൽ സംഭവിക്കുന്ന റിയാലിറ്റി എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മൾ പുറത്തേക്ക് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നെഗറ്റീവാണ് കാണിക്കുന്നെങ്കിൽ അത് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. സോ എൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും അങ്ങനെ റീച്ചിന് വേണ്ടിയൊന്നും വൈറലാവാനൊന്നും ശ്രമിച്ചിട്ടില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല. പക്ഷെ ഞാൻ തന്നെ ഒരു സ്പെസിഫിക് പോയിന്റിൽ ഹുക്ക്ഡാണ്. ഞാൻ ആർട്ടിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. എൻ്റെ പേഴ്സണൽ ലൈഫൊന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ വിചാരിക്കും, ഇവരുടെയൊക്കെ ലൈഫ് എന്ത് അടിപൊളിയാണ്, ഇവർക്ക് എന്തോ ഒരു സന്തോഷം ലൈഫിൽ, ഇവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള പോലെ തന്നെ എല്ലാവിധ പ്രശ്നങ്ങളുള്ള മനുഷ്യരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ചോയ്സാണ് എന്ത് പുറത്തേക്ക് കാണിക്കണം. അപ്പോൾ നിങ്ങൾ കുറേ റീലിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആൾക്കാർ ലക്ഷറി കാർ വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, ഹാപ്പി ആയിട്ട് കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നു, അങ്ങനത്തെ പോസ്റ്റ് മാത്രമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. അതിൻ്റെ ബാക്ക് എൻഡിൽ അവർ പോസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്ന, അവർ കാണിക്കാതെ വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ആർട്ടും. നിങ്ങൾ ഒരു ഫേമസ് ആർട്ടിസ്റ്റിൻ്റെ ഫീഡിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചോ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആർട്ട് വർക്ക് മാത്രമാണ് നിങ്ങളവിടെ കാണുന്നത്. പക്ഷേ അദ്ദേഹം വരച്ച് പൂർത്തിയാക്കാതെ പോയ, ഫെയിലിയറായിപ്പോയ, തെറ്റിപ്പോയ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരുപാട് ആർട്ട് വർക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ ആർട്ട് വർക്ക് ചെയ്തിട്ടായിരിക്കും ഒറ്റ ഒരു നല്ല ആർട്ട് വർക്ക് ആ ആർട്ടിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ, നമ്മൾ ഇത് നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് കമ്പയർ ചെയ്യൂല്ലേ. ചിലപ്പോൾ 10-20 വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് ആയിരിക്കും ആ ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ ചിലപ്പോൾ 1 വർഷം പോലും ആർട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ആർട്ടിസ്റ്റുമായിട്ട് നമ്മുടെ ചിത്രം കമ്പയർ ചെയ്യും. ഇങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പോസിബിളേ അല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ ചിത്രം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന പ്രോസസ് ഉണ്ടല്ലോ, അത് ശരിക്കും മണ്ടത്തരമാണ്. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഇവിടെ പറഞ്ഞു വെക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പാരിസൺ ഈസ് എ ട്രാപ്പ്. കമ്പയർ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു ട്രാപ്പിലേക്ക് നിങ്ങൾ എത്തിക്കും. കാരണം ഈച്ച് ആൻഡ് എവ്രി ആർട്ടിസ്റ്റ് അവരുടെ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങളും വേറൊരു ഡിഫറെൻറ്റ് സ്റ്റേജിലായിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ച് വേറൊരാളുടെ ആ ഒരു സ്റ്റേജിലോട്ട് എനിക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ മുമ്പ് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൂന്തോട്ടം സങ്കല്പിക്കുക. ആ പൂന്തോട്ടത്തിലെ ഒരു റോസാപ്പൂവാണ് നിങ്ങൾ. ആ പൂന്തോട്ടത്തിൽ തന്നെ വേറൊരു സൂര്യകാന്തി പൂവുണ്ട്. സോ നിങ്ങളായിരിക്കുന്ന റോസാപ്പൂവ് ഓപ്പോസിറ്റുള്ള സൂര്യകാന്തി പൂവിനെ നോക്കിയിട്ട് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? സൂര്യകാന്തി പൂവിന് എന്തോരം വലുപ്പമുണ്ട്, നല്ല യെല്ലോ കളറാണ്, ഒരുപാട് പെറ്റൽസ് ഉണ്ട്, എനിക്കതില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് റോസാപ്പൂവിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ വിജയം. ഈച്ച് ആൻഡ് എവ്രി ആർട്ടിസ്റ്റുകൾക്ക് അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള സ്കില്ലുണ്ട്. ആ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുന്നത്. എൻ്റെ കരിയറിൽ ഒരു പോയിന്റിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ 2014, 15, 16 ഇത്രയും വർഷം
ഞാൻ ആർട്ടിൽ എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്ത കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ലൈവായിട്ടുള്ള പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്, സ്ട്രീറ്റിൽ സൈഡിൽ പെയിൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, വാൾ പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂൾസിൻ്റെ ചുവരൊക്കെ പെയിൻറ്റ് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ആർട്ട് ബുക്സ് ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആർട്ട് മെറ്റീരിയൽ സെല്ല് ചെയ്യാനുള്ള വെബ്സൈറ്റ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ആർട്ട് സ്കൂൾ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. ഓർഫനേജിലെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആർട്ടിൽ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ടാലൻറ്റ് എവിടെയാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സ്ലോലി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ടാലൻറ്റ് ആർട്ട് ടീച്ചിങ്ങിലാണുള്ളത്. എനിക്കതാണ് ചെയ്യാൻ ഇഷ്ടം. ഇപ്പോൾ ഇതേപോലെ ഒരു 10 മണിക്കൂർ ക്ലാസ് എടുക്കാൻ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. ഞാനത് വന്നെടുക്കും. എനിക്കതിൽ ബോറടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ ഞാൻ മറന്നിരിക്കും, ചിലപ്പോൾ ശ്വാസം വലിക്കാൻ ഞാൻ മിസ്സായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരാൾക്ക് ആർട്ടിലൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പാഷനാണ്, അതിൻ്റെ അഡ്രിനാലിൻ റഷാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കും. അതെൻ്റെ യുണീക്ക് സ്കില്ലാണ്. അതും വെച്ചിട്ട് നിങ്ങളുടെ സ്കില്ലും എൻ്റെ സ്കില്ലും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ കാണുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് പകരം അയ്യോ അദ്ദേഹത്തിൻ്റെ പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, അതുപോലെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്, എനിക്കൊട്ടും കഴിവില്ല എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം അദ്ദേഹം എന്തുകൊണ്ട് എങ്ങനെ വരയ്ക്കുന്നത്, എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും, അദ്ദേഹം എവിടെ പോയിട്ടായിരിക്കും അത് പഠിച്ചിട്ടുണ്ടായിരിക്കുക, അദ്ദേഹം എന്തൊക്കെ ടൂളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അദ്ദേഹം എന്തൊക്കെ ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്നും ഇനിയും മുന്നോട്ട് വളരാൻ സാധിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഈ ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് എല്ലാ കഴിവുള്ളവരും വളർന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒട്ടും സ്കില്ലില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. 2014 ഞാനൊരു എക്സിബിഷൻ നടത്തി. ആ സമയത്ത് ദൂരദർശൻ TV ചാനൽ വന്നിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ക്യാമറ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എക്സിബിഷനെ കുറിച്ച് പറയാൻ പറഞ്ഞു. എനിക്ക് ഈ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആദ്യമായിട്ട് ഞാനൊരു ക്യാമറ കാണുന്നത്, അതിൻ്റെ അകത്തോട്ട് ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത്. എനിക്ക് അതിൻ്റെ അകത്തോട്ട് നോക്കിയിട്ട് ഇപ്പോൾ ക്യാമറയുടെ അകത്തോട്ട് നോക്കിയവർക്ക് അറിയാൻ പറ്റും, അതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കറുത്തൊരു ഡോട്ട കാണാൻ പറ്റും. അതിലോട്ട് നോക്കി എന്ത് സംസാരിക്കാനാണ്? ഒന്നും സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. ആ സമയത്ത് ഞാൻ വയർത്തു, എൻ്റെ കണ്ണിങ്ങനെ പോകുമായിരുന്നു. ഇപ്പോഴും ആ പഴയ വീഡിയോ എൻ്റെ അടുത്തുണ്ട്, ഞാനത് എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാനുള്ള സ്കില്ലില്ല, എനിക്ക് മനസ്സിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്കില്ലില്ല. ആ സമയത്ത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു, ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി എനിക്ക് ആ സ്കില്ലില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കത് പഠിക്കാൻ പറ്റില്ലേ? എനിക്ക് പ്രസൻറ്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇനി വേറൊരു ക്യാമറ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പർലി സംസാരിക്കാൻ പറ്റണം. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വേറൊരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഞാൻ 2014 കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴേക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും എൻ്റെ മൈൻഡ് സെറ്റ് ബ്ലോക്ക് എങ്ങനെ പിറകോട്ട് വലിക്കുന്നുണ്ട്. ആ സമയത്തും 2014, 15, 16 അത്രയും വർഷം എടുത്തു ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. വൺസ് ഞാൻ ഫേസ് കാണിച്ച സമയത്ത് എനിക്ക് എൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. സംസാരത്തിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലായി. പതിയെ ഞാനത് ഇമ്പ്രൂവ് ചെയ്തെടുത്തു. അത് ചുമ്മാ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തതല്ല. ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ല മെൻറ്റേഴ്സ്, നന്നായിട്ട് സംസാരിക്കുന്ന ഒരുപാട് നല്ല മെൻറ്റേഴ്സ് അക്കാലത്ത് ഉണ്ടായിരുന്നു. അവരുടെ ശൈലി ഞാൻ നോക്കി പഠിച്ചു, അവരുടെ രീതികൾ ഞാൻ നോക്കി പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. നിങ്ങൾക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു കരിയറിൽ ഈ ഒരു സ്റ്റേജിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു സ്റ്റേജും എന്നെ കേൾക്കാനായിട്ട് 100 പേരും ഉണ്ടെങ്കിൽ എനിക്ക് ആർട്ടിൽ അവർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും. എനിക്കത് അറിയാമെങ്കിൽ ഉത്തരം പറയാൻ സാധിക്കും. എനിക്ക് ആ ടോപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു പബ്ലിക് സ്പീക്കറായിട്ട് എനിക്ക് മാറാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ലാസ്റ്റ് നടത്തിയ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യലി നടത്തിയ ഓഫ്ലൈൻ ഇവൻറ്റിലൊക്കെ ഒരുപാട് ടോപ്പിക്കാണ് കുറഞ്ഞ സമയത്തിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ കവർ ചെയ്തത്. അതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് സാധ്യമാക്കി തന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റായിരുന്നു. സച്ചിനെ, നിനക്ക് ഈ ലെവലിൽ നിന്നാൽ പോരാ, നിനക്ക് ഇനിയും പഠിക്കാൻ പറ്റും, എനിക്ക് ഇനിയും വളരാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവാണ് എന്നെ ആ രീതിയിലോട്ട് എത്തിച്ചത്. അപ്പം ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നത് അവരെങ്ങനെ പഠിക്കാൻ പറ്റും, അവരുടെ നല്ല ക്വാളിറ്റീസ് എങ്ങനെ എനിക്ക് സ്വായത്തമാക്കാൻ പറ്റും, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ നോക്കാറുള്ളത്. ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഡിക്റ്റാണ്, ഒരുപാട് റീല് മാത്രം കണ്ടിരിക്കുന്ന ശീലമാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ക്രിയേറ്റ് ബിഫോർ യു കൺസ്യൂം. നിങ്ങൾ കൺസ്യൂം ചെയ്യും മുമ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ പാചകം ചെയ്യാതെ പുറമേ നിന്ന് ഫുഡ് ഒരുപാട് വാങ്ങിച്ച് കഴിച്ച് ശീലമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ.
കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. നമുക്ക് കഴിക്കുന്ന ഫുഡൊന്നും ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മളെത്തും. നേരെ മറിച്ച് നമ്മൾ ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിച്ച് കുറച്ചൊന്ന് എഫേർട്ട് എടുത്ത് കുറച്ചൊന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പാചകം ചെയ്തിട്ട് ആ ഫുഡാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ പതിയെ ആ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങും. നമ്മളെടുക്കുന്ന ഹാർഡ് വർക്കിന് നമുക്ക് ഒരു റിവാർഡ് കിട്ടുന്ന പോലത്തെ നമുക്കൊരു ഫീല് കിട്ടും. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് അഡിക്റ്റാണ് നിങ്ങൾ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രാപ്പിൽ നിന്നും പുറത്ത് കിടക്കാനായിട്ട് ക്രിയേറ്റ് ബിഫോർ യു കൺസ്യൂം. നിങ്ങൾ റീല് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ റീല് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. മനസ്സിലാവുന്നുണ്ടോ? കോൺസെപ്റ്റ് പിടി കിട്ടുന്നുണ്ടോ? നിങ്ങളൊരു ആർട്ടിസ്റ്റ് വരച്ച പോസ്റ്റ് ചെയ്ത ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിത്രം വരച്ച് പോസ്റ്റ് ചെയ്തുകൂടാ? എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു റീല് ചെയ്തുകൂടാ? എനിക്കൊരു ആർട്ടിൻ്റെ ടിപ്പ് പറഞ്ഞു കൊടുത്ത് എന്തുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൂടാ? അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഞാനിത് ചെയ്തു. എന്നിട്ട് നിങ്ങൾ സ്ക്രോൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റീസ് വരില്ല. പകരം നിങ്ങൾ ഇൻസ്പിറേഷനെ കാണുകയുള്ളൂ. ഇപ്പം ഞാനും റീലൊക്കെ കാണാറുണ്ട്. ഞാൻ റീൽ കാണുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല റീൽ കാണുമ്പോൾ ഞാൻ സേവ് ചെയ്ത് വെക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെന്ത് ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്, അവരെന്ത് ആർട്ടാണ് ചെയ്യുന്നത്, അവരെന്ത് ടൂൾസാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ നോക്കി വയ്ക്കും. കാരണം എനിക്ക് ഫ്യൂച്ചറിൽ ഇനി വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും ബെസ്റ്റായിട്ട് എൻ്റെ സ്റ്റുഡൻസിലോട്ട് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങളിലോട്ട് അത് എത്തിക്കണം. അപ്പോൾ ആ രീതിയിൽ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിലെ അടിമ നമ്മളാവില്ല. പിടിയിട്ടുന്നുണ്ടോ? പകരം ടോപ്പ് ലെവലിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ ഓൾവേസ് ക്രിയേറ്റ് ബിഫോർ യു കൺസ്യൂം. നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ മുമ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇനി അവസാനത്തെ പോയിന്റ്, ലേൺ ടു അപ്രിഷിയേറ്റ് നോട്ട് കമ്പയർ. നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ കാണുന്ന സമയത്തെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സുകൊണ്ട് ഒന്ന് അതിനെ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടൊരു ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, നോർമലി നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് ആദ്യം അസൂയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. വേറൊരാൾ ഒരു ലക്ഷറി കാർ വാങ്ങിച്ചു, പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് എന്നൊരു സംഭവമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് പതിയെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ. അവരൊന്ന് അഭിനന്ദിക്കാൻ, ഗുഡ്, കൺഗ്രാറ്റ്സ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൻ്റെ പേര് ടോണി ഡേവിസ് എന്നാണ്. ഫിലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടോണിയുടെ ചില ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ്റെ അടുത്തുനിന്ന് ഞാൻ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ടോണിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അറിയാം. കൂടാതെ വേറൊരാളുടെ ഉയർച്ചയിൽ ടോണി സ്വയം സന്തോഷിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കരിയറിൽ സ്റ്റാർട്ടിങ് മുതലേ ടോണി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് അടുത്ത ലെവലിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ടോണിയായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം, എന്നെക്കാൾ കൂടുതൽ അവൻ്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലൈഫിൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള വ്യക്തികൾ ലൈഫിൽ എപ്പോഴും അടുത്തടുത്ത ലെവലിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കമ്പയർ ചെയ്യാതെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു കാര്യം ചെയ്തു, എനിക്കൊരു സന്തോഷമായി. പലപ്പോഴും ഞാൻ ലൈഫിൽ ചെയ്യുന്ന പല അച്ചീവ്മെൻറ്റുകളും ഞാൻ ആദ്യം ടോണിയുടെ അടുത്ത് പറയുന്നത്, കാരണം അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കെന്തുകൊണ്ട് അതുപോലെ ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസും എനിക്ക് അവരുടെ ഓരോ ആർട്ട് വർക്കും കാണിച്ചു തരുന്ന സമയത്ത് ഞാനും അതേപോലെ എക്സൈറ്റഡ് ആവാനായിട്ട് ശ്രമിക്കും. അത് ഞാൻ ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഇപ്പം ആലോചിച്ച് നോക്കി, ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഓരോരുത്തരും നമുക്ക് ആർട്ട് വർക്ക് അയക്കുമ്പോൾ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നോർമലി നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നില്ല അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ആർട്ട് വർക്ക് അയക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ആർട്ട് വർക്ക് ആയിരിക്കും. അവർ അത്രയും ആഗ്രഹിച്ചിട്ടായിരിക്കും നമുക്ക് ആർട്ട് വർക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. ഈവൻ ലൈവായിട്ടുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും സ്റ്റുഡൻസ് ചിലപ്പോൾ വന്ന് അവരുടെ ആർട്ട് വർക്ക് എന്നെ കാണിക്കാറുണ്ട്. ആ സമയത്ത് അവർ അപ്രിഷിയേറ്റ് ചെയ്യാതെ യാതൊരു റിയാക്ഷൻ ഇടാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് മോശം പ്രവൃത്തിയാണ്. പിടിയിടുന്നത് അങ്ങനെ റിയാക്ഷൻ ഇടാതെ നമ്മളിരിക്കുന്ന ടൈമില്ലേ, ആ സമയത്ത് നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലോട്ട് കയറും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ഫ്രണ്ട് ടോണി എന്ന പോലെ തന്നെ അപ്പം തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഗെയിം ചേഞ്ച് ആവും. ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഞാൻ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. നല്ല ചിത്രങ്ങൾ ഒരാൾ എന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചിത്രം കണ്ട് നന്നായിട്ട് നോക്കിയിട്ട് നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കും. ഗുഡ് വർക്ക്, അല്ലെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഷെയ്ഡിങ് നന്നായിട്ടുണ്ട്, ഔട്ട്ലൈൻ ബെറ്റർ ആയിട്ടുണ്ട്, അപ്രിസിയേഷൻ കൊടുക്കും. അത് ശരിക്കും നമ്മളോട് തന്നെ ചെയ്യുന്നൊരു ബെനിഫിറ്റാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ, നല്ല റീല് കാണുമ്പോൾ, നല്ല ആർട്ട് വർക്ക്സ് കാണുമ്പോൾ, നല്ല ആർട്ടിസ്റ്റുകൾ കാണുമ്പോൾ ഒന്ന് മനസ്സുകൊണ്ട്, ഈവൻ നിങ്ങൾ കമൻ്റ് ഇട്ടില്ലെങ്കിലും ലൈക്ക് ഇട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അത് ചെയ്ത ആളെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിടിയിട്ടുന്നുണ്ടോ? അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് എലമെൻറ്റ്സ് നമ്മുടെ മനസ്സിലോട്ട് വരും. അത് നിങ്ങൾക്ക് ഇൻസ്പിറേഷനായിട്ട് മാറും. കമ്പയർ ചെയ്യുക എന്ന് പറയുന്ന കാര്യം നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ബാധിക്കുന്നതെങ്കിൽ
ഈ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്ന കാര്യം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് വരും. പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു ഓൺലൈൻ ആർട്ട് ക്ലാസ് ഉണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് അതിൻ്റെ അത് പഠിക്കുന്നുണ്ട്. സോ നമ്മളൊരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി പോലെയാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അവർ പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാതിരിക്കുക, നിങ്ങൾക്കുള്ള അറിവുകൾ ഷെയർ ചെയ്യുക. ഒപ്പം മറ്റുള്ളവർ വരച്ചിത്രങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർട്ട് ക്ലാസ്സിൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള സൈഡിലോട്ട് മൈൻഡ് സെറ്റിലോട്ട് ഒരു സ്റ്റുഡൻറ്റ് പോലും പോകാറില്ല. അവരെപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണ് മുന്നോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസ് ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ ആർട്ട് പഠിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം ഫുള്ളും മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആണ്. കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റും. അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. സോ ഡിസൈഡ് ആൻഡ് ടേക്ക് ആക്ഷൻ. നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും.